യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ മോനെ? എന്താടാ എന്താ നിന്റെ ഉദ്ദേശം? അച്ഛമ്മ മിണ്ടരുത്. അച്ഛമ്മയുടെ മുറിന്ന് ഞാൻ ഇവളെ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവള് തന്നെ പറയും. പറയടി. എന്താ വേണ്ടായത്? എനിക്കൊന്നും അറിയില്ല മോളെ. പൂജ മോളെ എനിക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തന്നു. അത് കുടിക്കുന്നതിന് മുമ്പ് ഇവൻ ഓടി വന്ന് തട്ടിക്കളഞ്ഞു. പിന്നെ ഇവളുടെ കരണത്തടിച്ച് ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നതാ. ഇവിടെ അടുക്കള കയറ്റരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ? അത് അമ്മയ്ക്ക് കാപ്പി വേണോന്ന് പറഞ്ഞിട്ടാ പൂജമോള് കാപ്പി ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? അതിന് ഞാൻ കാപ്പി വേണമെന്ന് പറഞ്ഞില്ല മോളെ. പൂജമോക്ക് കുടിക്കാൻ കാപ്പി ഇട്ടപ്പം എനിക്കോടൊന്നും എടുത്തോണ്ട് വരുമായിരുന്നു. അമ്മയ്ക്ക് കാപ്പി വേണോന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അച്ഛമ്മയെ കാപ്പി കുടിപ്പിക്കേണ്ടതേ ഇവളുടെ ആവശ്യമായിരുന്നു. എന്താ ശരിക്കുള്ള പ്രശ്നം? നീ തെളിച്ചു പറ. ഈ വിഷക്കുപ്പി പറയും അതിനുള്ള ഉത്തരം. അച്ഛമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കായിരുന്നു ഇവള്. നേരാണോടാ? അതെ അമ്മേ, ഇവളുടെ കയ്യിന്ന് അറിയാതെ വീട് പോയതാവണം. ഈ കുപ്പി എനിക്ക് അടുക്കളയിൽ നിന്ന് കിട്ടി. അപ്പോഴാ കാപ്പിയായിട്ട് ഇവള് അച്ഛമ്മയുടെ മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഭാഗ്യത്തിന് അച്ഛമ്മ അത് കുടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കൊല്ലാൻ വിഷം കലർത്തുക, അതും പൂജമോളോ? അതിന് ഇത് പൂജയാണെങ്കിലല്ലേ? പൂജ അജുവിന് എന്താ പറ്റിയത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ആ കപ്പ് പരിശോധിക്കാൻ കൊടുത്തു നോക്ക്. നിന്റെ നാടകം അതിനിയും വേണ്ട. അതിന് വില പോവില്ല. ഇവള് പൂജയെ പോലെ അല്ല പെരുമാറുന്നതെന്ന് ഞാനും വസന്തേണു എത്ര തവണ പറഞ്ഞതാ. അന്നത് ആരും കേട്ടില്ല. പൂജയെ പോലുള്ള രൂപവും ഭാവവും വെച്ച് ഇവള് നമ്മളെല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്തായോ? ഞാൻ പൂജ തന്നെയാ. ഞാൻ പൂജ അല്ലെങ്കിൽ നിങ്ങൾ അർജുൻ അല്ലാന്ന് പറയേണ്ടി വരും. നിങ്ങളൊക്കെ വേറെ വേറെ ആൾക്കാരാന്ന് പറയേണ്ടി വരും. പറയട്ടെ? പറയട്ടെ എന്ന്. നീ പൂജ തന്നെയാണല്ലേ? എത്ര തവണ ഞാൻ പറയണോ അച്ഛാ? അതെ അതെ അതെ. നീ പൂജയാണെങ്കിൽ അതാരടി?